പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കട്ട് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, ഞാനത് എപ്പോഴും ഇങ്ങനെ പറയുമെങ്കിലും സാരിയിൽ എപ്പോഴും ഒരു ഭംഗിയൊക്കെ വന്നെങ്കിൽ ഒരു കട്ട് വർക്കോ എംബ്രോയ്ഡറി വർക്കോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴല്ലേ. ഇതിൻ്റെ കട്ട് വർക്കിനൊക്കെ ഒരു പ്രത്യേകതയുള്ളത് എന്നാന്ന് വെച്ചാൽ ഒരു ബഞ്ചായിട്ട് തന്നെ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇത് കട്ട് വർക്ക് വരുന്നു, എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. സൈഡ് ഫുള്ളായിട്ടും സ്കാലപ്പ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നു. അതുപോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ ഒരു കട്ട് വർക്ക് വരുന്നു. അങ്ങനെ ഈ ഡിസൈൻ ഓൾ ഓവർ വരുന്നു. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്, നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ കളറ്. അതിൻ്റെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കണ്ടോ. അതുപോലെ സ്കാറ്റേർഡായിട്ട് ഇതിൽ ഈ എംബ്രോയ്ഡറി വർക്കുകൾ വന്നിട്ടുമുണ്ട്. 2989 ഈ സാരി വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റാണ്, നമുക്ക് വെയർ ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമുക്ക് വൺ ലെയറായിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ട് ഇത് ഉണ്ടോ ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടും എല്ലാം നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2989. ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലാട്ടോ ഇത് വരുന്നത്, കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഓൾ ഓവർ വരിക. ഇതിൻ്റെ പല്ലു പോർഷനാണിത്. ഇങ്ങനെയാണിത് വരിക. സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് കട്ട് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്. അതുപോലെ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുമുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട് ഈ ഡിസൈൻ. ഞാൻ വൺ ലെയർ ആയിട്ടാണ് ഇട്ടേക്കണേ, അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. ഇതുണ്ടോ ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ ആ ബോർഡറിലുള്ള ആ ഡിസൈൻ അതുപോലെ തന്നെ വരുന്നുമുണ്ട്. 2989 ഈ സാരി വന്നിരിക്കുന്നത്. നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വന്നേക്കണേ. ഒരു ലാവണ്ടർ ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് ഇപ്പോഴും പറയുക, ഈ കളറിൽ എന്ത് ഡൗട്ടുണ്ടെങ്കിലും വീഡിയോ കോളിൽ വിളിക്കുക. എനിക്ക് ഇത്രയൊക്കെയല്ലേ ഇത് കാണിച്ചു തരാൻ പറ്റൂ, ഞാൻ മാക്സിമം കാണിച്ചും തരുന്നുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ടുണ്ടെങ്കിലും വീഡിയോ കോളിൽ വിളിക്കുക. സാരി കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. ഡൗട്ടുള്ളവർ മാത്രം, അല്ലാത്തവരോടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. പല്ലു ഇങ്ങനെ വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഈ പറഞ്ഞ കണക്ക് തന്നെ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ആ ബോർഡറുമായിട്ട് വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരുന്നത്. ഇത് ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ. അപ്പോൾ ഞാൻ പറയുക, ഇത് വെയ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല, പെട്ടെന്ന് വെയർ ചെയ്യാൻ എളുപ്പമാണ്, ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. നല്ല ബോഡി ഷേപ്പിൽ വെയർ ചെയ്യാവുന്നൊരു സാരി. അതുപോലെ വൺ ലെയർ ആയിട്ടൊക്കെ കിടക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാലോ, നല്ല ഭംഗിയായിട്ട്. ബ്ലൗസ് ഇതിൻ്റെ സെയിം തന്നെ പ്ലെയിൻ ആയിട്ടാണ് വരിക. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റ് ആയിട്ടും ബ്ലൗസ് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണിത് ഓൾ ഓവർ വരിക. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും ബോർഡറും വന്നിരിക്കുന്നു. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതിപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നതിൻ്റെ എംബ്രോയ്ഡറി വർക്കിലും കട്ട് വർക്കിലും ഡിഫറൻസ് വരുന്നുള്ളൂ. മെറ്റീരിയലെല്ലാം സെയിം, പക്ഷേ വിലയിൽ ഡിഫറൻസ് ഉണ്ട്. 3475 ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലാണ് ഈ കട്ട് വർക്ക് വരിക. പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകളാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സ്കാറ്റേർഡായിട്ട് പിന്നെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുമുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. രണ്ട് സൈഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുമുണ്ട്. ഇങ്ങനെയാണ് പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ വരുന്നത്. ബ്ലൗസ് പീസിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ഇതിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. സൈഡിൽ ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നു. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഒരു വാടാമുല്ലയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. റയർ കളേഴ്സാണ്, നമുക്ക് ഒത്തിരി അങ്ങനെ കിട്ടുന്ന ഒരു കളറുകളല്ല ഇത്. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ ബോഡിയിൽ സ്കാറ്റേർഡായിട്ട് തന്നെ നമുക്ക് വൺ ലെയർ ആയിട്ടൊന്നും യൂസ് ചെയ്യണതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ്സും ആണ്. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ
ഇങ്ങനെ വരുന്നു. റേറ്റ് വരുന്നത് 3475 ഇത് വരുന്നത്. വിത്ത് ബ്ലൗസ് പീസിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ഇതൊരു ഗ്രേ ഒക്കെ ആയിട്ട് വരും കേട്ടോ. പ്യുവർ ഗ്രേ അല്ല, എല്ലാം റെയർ കളേഴ്സാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് നമുക്കത് അങ്ങ് പറയാനും പറ്റുന്നില്ല. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ കോളിൽ നമ്മൾ ഡേ ലൈറ്റ് തന്നെ കാണിച്ചു തരാം. ഇതിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ്. സൈഡിൽ ഈ കട്ട് വർക്ക് വരുന്നു, എംബ്രോയ്ഡറി വർക്ക് എല്ലാത്തിൻ്റെയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. 3475 ഈ സാരി വരിക. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഉണ്ട്, ഇതിങ്ങനെ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ അറിയാം വെയ്റ്റ്ലെസ്സാണ്. അങ്ങനെ ചുളുങ്ങുന്ന ടൈപ്പൊന്നും അല്ല. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. സ്കാറ്റേർഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ബോഡി പാർട്ടിലും പ്ലീറ്റ്സിൻ്റെ ഭാഗവും അതുപോലെ തന്നെ സ്കാറ്റേർഡായിട്ട് വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസേൽ സ്കാറ്റേർഡായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കുകളും വരുന്നു. ഇത് ചെറുപയർ പച്ച കളറിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ചെറുപയർ പച്ചയുടെ സ്വല്പം ലൈറ്റായിട്ട് വരും. ഇതിലെ ഡിസൈൻ കുറച്ചുകൂടെ ചെറിയ എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് കട്ട് വർക്കൊക്കെ ആയിട്ട് വരുന്ന ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇത്ര പെർഫെക്ഷനായിട്ട് ചെയ്തിരിക്കുന്നതും. വെയ്റ്റ്ലെസ്സാണ് മെറ്റീരിയൽ, ട്രാൻസ്പെറൻ്റ് അല്ല. 1 ലെയറായിട്ടും അതുപോലെ ചെറിയ പ്ലേറ്റഡായിട്ടും നമുക്കിതിനെ പ്ലേറ്റഡായിട്ടൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വരുകയും ചെയ്യും. അതുപോലെ നല്ല ബോഡി ഷേപ്പിൽ ഒതുങ്ങിക്കിടക്കുന്ന സാരിയാണ്. ഒട്ടിക്കിടക്കുന്നതല്ല, ഒതുങ്ങിക്കിടക്കുന്നതും. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ സൈഡിൽ എപ്പോഴും ഞാൻ വീണ്ടും പറയും, കാണുമ്പോൾ തന്നെ ഞാൻ പറയും, ഈ കട്ട് വർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ കട്ടിങ് വരും. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ, ആ ബോർഡറും അതുപോലെ തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. 3475 ഈ സാരി വന്നിരിക്കുന്നത്. പിന്നെ വിത്ത് ബ്ലൗസ് പീസിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഇട്ടാലും ഭംഗി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.